ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഞങ്ങൾ ആ സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രോഡക്റ്റിൽ, ഈ കമ്പനിയിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നിരന്തരം ഞങ്ങൾ പറയാൻ തയ്യാറായി. ആദ്യമൊക്കെ ഒരുപാട് പേര് ഞങ്ങളെ കളിയാക്കി പരിഹസിച്ചു. പക്ഷേ ഈ പ്രോഡക്റ്റ് വളരെ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നമായതുകൊണ്ടും നമ്മുടെ കമ്പനിക്ക് കൃത്യമായൊരു വിഷൻ ഉള്ളതുകൊണ്ടും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. ആദ്യത്തെ 2-3 വർഷ കാലഘട്ടം വളരെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അതിനുശേഷമാണ് ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായത്. ദെൻ കൃത്യമായിട്ട് പറഞ്ഞാൽ 2015 ശേഷം ഈ ബിസിനസ്സിന്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അന്ന് തുടങ്ങിയ ചൈത്രയാത്രയാണ് ഇപ്പോഴും വളരെ ശക്തമായി ഇപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത്രയധികം അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മോദി കെയർ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു വെരി മച്ച്. ഇത്തരത്തിലൊരു വലിയ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് നിങ്ങൾ ഈ ഒരു ഹാളിൽ, നിങ്ങൾ ഇന്നിവിടെ ഈ സ്റ്റേജിൽ കണ്ട വ്യക്തികൾ മാത്രമല്ല നമ്മൾ ഈ ഒരു ബിസിനസിനെ സക്സസ്ഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് വേറെയും കുറെ ആളുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക ഒരു മാറ്റം നമ്മുടെ ബിസിനസ്സിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു 10 വർഷം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ വർഷമാണ്. പ്രത്യേകിച്ചും കൊറോണയ്ക്ക് ശേഷം അത് നമുക്ക് പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെസ് ഓണോ? യെസ്. അതായത് ഏറ്റവും വലുത്, അതായത് ഒരു മനുഷ്യന് ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആരോഗ്യമാണെന്നുള്ള തിരിച്ചറിവാണ് കോവിഡിന് ശേഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ശരിയാണോ? യെസ്. ആരോഗ്യമാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത്, പലപ്പോഴും ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമയാകാതെ മാറുക എന്ന് പറയുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിനാണെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്കിപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ആരോഗ്യ രംഗം നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സ്വാഭാവികമായിട്ടും ഇന്ത്യ പോലൊരു രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, സമ്പദ് വ്യവസ്ഥ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ വൻ ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് അവരുടെ ആരോഗ്യമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം പോലും ഇന്ന് ഒബേസിറ്റിയെക്കുറിച്ചും പൊണ്ണത്തടിയെക്കുറിച്ചും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത്. എത്രയോ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എണ്ണ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം, ഉപ്പ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തിന് തന്നെ വലിയ ഒരു മാതൃകയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ലോകത്തിൽ ഏറ്റവും വലിയൊരു മാർക്കറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ജനസംഖ്യാ വലിപ്പമാണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതേ നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ജനസംഖ്യയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇത്രയും കരുത്താർജിക്കുന്ന ഒരു രാജ്യത്ത് സ്വാഭാവികമായിട്ടും ആ രാജ്യത്തെ പൗരന്മാരുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആരോഗ്യമില്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്തിന്റെ സമ്പത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു വീട്ടിൽ നന്നായിട്ട് നിങ്ങൾക്ക് വരുമാനമുണ്ട്, പക്ഷെ ആ വരുമാനത്തിന്റെ മുക്കാൽ ഭാഗവും അല്ലെങ്കിൽ ആ വരുമാനത്തിന്റെ സിംഹഭാഗവും ഹോസ്പിറ്റലിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ എന്താണ് അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളുടെ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ ക്യാൻസർ സെന്ററുകളിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഓരോ വീട്ടിൽ നിന്നും വലിയൊരു തുക ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിന്റെ കണക്കെടുക്കുമ്പോൾ ആ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ വലിയൊരു പങ്കും ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇത് ശരിക്കും അധികാരികൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ നാടിനെ നയിക്കുന്നവർ ഇന്ന് ആരോഗ്യത്തെക്കുറിച്ച് വളരെ ശക്തമായി സംസാരിക്കുന്നത്. നമ്മളിന്ന് ഈ ഒരു ഹാളിൽ നമ്മൾ കൂടിയിരിക്കുന്ന സമയത്ത് ഈ ഒരു മീറ്റിംഗിന്റെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ഭാഗത്ത് നമ്മളെ കാർന്ന് തിന്നുന്ന ജീവിതശൈലി രോഗങ്ങൾ, മറുഭാഗത്ത് നമ്മളെ വലിയ രീതിയിൽ നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന, നമ്മളെ പ്രകോപിപ്പിക്കുന്ന, നമ്മളെ പലപ്പോഴും പ്രലോഭനങ്ങളിലേക്ക് വഴുതി വീഴ്ത്തുന്ന ഒരു കമേഴ്സ്യൽ തന്ത്രങ്ങൾ നടക്കും. അല്ലെ? ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മുഴുവൻ കണ്ട ഒരു ഹോർഡിങ്സ് ഉണ്ട്. ആ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. വാക്ക് ഇങ്ങനെയാണ്: ആരും കാല് പിടിച്ചു പോകും. ഏതാണ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആരും കാല് പിടിച്ചു പോകും എന്ന് വെച്ചാൽ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൈഡ് ചിക്കന്റെ ആഡാണ് ഞാൻ ഈ പറഞ്ഞത്. അവർ കൊടുത്തിരിക്കുന്നത് ആരും കാല് പിടിച്ചു പോകും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരതിനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള നമ്മുടെ ഫുഡ് സ്റ്റൈലിനെ മാറ്റുന്നതിനും നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റുന്നതിനുമുള്ള വലിയ രീതിയിലുള്ള പ്രൊമോഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്താണെങ്കിൽ
മലയാളിയാണെങ്കിലും അദ്ദേഹം ഒരു ഇന്ത്യൻ ആണെങ്കിലും ശരി ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം, ഒരു കുടുംബത്തിലെ ഒരു സാധാരണ ഒരു വീട്ടിലെ പ്രധാനപ്പെട്ട വരുമാനം പലപ്പോഴും പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്, ഡോക്ടറുടെ അടുത്തേക്കാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ മെല്ലെ മെല്ലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡ് ഉണ്ട്. ഒരുപക്ഷെ പുറം നാടുകളിലൊക്കെ വളരെ മുൻപേ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, സാറേ ഇൻഷുറൻസ് ഉണ്ടോ? എന്താണ് സാറേ ഇൻഷുറൻസ് ഉണ്ടോ? കാരണം ഇൻഷുറൻസ് എടുത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടി ബെറ്റർ ട്രീറ്റ്മെന്റ് തരാൻ ആർക്ക് താല്പര്യമാണ്? അതോ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ? നമ്മൾ ശരിക്കും കണ്ടു തുറന്ന് നമ്മൾ കാണണം. നമ്മുടെ ചുറ്റും ആരോഗ്യ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുറന്ന് നമ്മൾ കാണണം. ഒരുപക്ഷെ കോവിഡിന് ശേഷമാണ് നമ്മളിത് കുറെ കൂടി നമ്മൾ റിയലൈസ് ചെയ്യാൻ, ഇതിന്റെ യാഥാർത്ഥ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാവുന്നത്. സോ ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങളോട് ഇന്ന് ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഏറ്റവും ശക്തമായിട്ട് വളരെ പോസിറ്റീവായ ഒരു സമീപനം എടുത്ത കമ്പനിയാണ് മോദി കെയർ ലിമിറ്റഡ് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയണം. പല ആളുകളും ചോദിക്കുകയുണ്ടായി, എന്തിനാണ് സമീർ മോദി ഇത്തരത്തിലൊരു പുതിയ പ്രോഡക്റ്റ് ഡിവിഷൻ ഓപ്പൺ ചെയ്യുന്നത്? എന്തിനാണ് സമീർ മോദി വെയിറ്റ് മാനേജ്മെന്റിലേക്ക് വരുന്നത്? എന്തിനാണ് സമീർ മോദി ഷിഫ്റ്റ് ലൈഫ് പോലെയുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നത്? ബിക്കോസ് ഹീസ് കമ്മിറ്റഡ്, ഹീസ് എൻ ഇന്ത്യൻ സിറ്റിസൺ, ഹീസ് റെസ്പോൺസിബിൾ ഫോർ ഇന്ത്യൻ ഹെൽത്ത്. ഇന്ത്യക്കാരുടെ ആരോഗ്യത്തിന് അദ്ദേഹത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അവിടെ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ല സംസാരിക്കുന്നത്, അത്രയും ഗ്ലാമറില്ലെങ്കിലും നിഷാദ് ബക്കറും ദിനേശ് നാരായണൊക്കെയാണ് സംസാരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ഇമ്പാക്ട്. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്റെ വീട്ടിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ റിസൾട്ട്സ് ആണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. വി ഡോണ്ട് ഹാവ് എനി സെലിബ്രിറ്റീസ്. നമുക്ക് സെലിബ്രിറ്റീസിന്റെ വർണ്ണശബളമായ അവരുടെ സ്പോൺസറിങ്ങോ അല്ലെങ്കിൽ അവരുടെ പരസ്യങ്ങളോ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യം എന്താണ്? ഓൺ ടെസ്റ്റിമോണിയൽസ് ആണ്. അതാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗിന്റെ പവർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആരോഗ്യരംഗത്ത് നമുക്കൊരു വലിയ കുതിച്ചുചാട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് 2025 മിസ്റ്റർ സമീർ മോദി ഇൻഫിനിറ്റി പ്ലാനോട് കൂടി നമുക്ക് തന്നിരിക്കുന്നത്. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നൗ ഐ എം പ്രസന്റിംഗ് ദ ഓൾ ന്യൂ മോദി കെയർ, മൈ ഡിയർ ഫ്രണ്ട്സ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് മോദി കെയർ അറിയാമായിരിക്കാം. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഐ ആം പ്രസന്റിംഗ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ദ ന്യൂ മോദി കെയർ. മോദിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോദിക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അറിയാം. നമുക്ക് ഒരുപാട് റെഗുലർ യൂസ് ഉൽപ്പന്നങ്ങളുണ്ട്, അല്ലെ? വി ഹാവ് ഫുഡ് കാറ്റഗറി, വി ഹാവ് പേഴ്സണൽ കാറ്റഗറി, വി ഹാവ് കോസ്മെറ്റിക്സ്, വി ഹാവ് സ്കിൻ കെയർ. ഇത്തരത്തിലുള്ള ഒരുപാട് കാറ്റഗറികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ ഭരണകൂടം പോലും ഫോക്കസ് ചെയ്യുന്നത്, കാരണം ഇന്ത്യയിലെ ജനതയുടെ പ്രധാനപ്പെട്ട വലിയ ഒരു അവരുടെ വരുമാനത്തിന്റെ സിംഹഭാഗവും പോകുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലേക്കും അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ ലോകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് സ്വാമി വിവേകാനന്ദനും പണ്ട് പറഞ്ഞത്. ആരോഗ്യമുള്ള മനസ്സിൽ മാത്രമേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകൂ, അല്ലെ? ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാകൂ. സോ ഇന്നിവിടെ മോദി കെയറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ടത് ആരോഗ്യമാണ്. നിങ്ങൾ ആരോഗ്യത്തിനാണ് നിങ്ങൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ ആരോഗ്യത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചിന്തകൾക്ക് വളരെ ശക്തിയുണ്ടാകും. നിങ്ങളെ കാണുന്ന സമയത്ത് ആളുകൾക്ക് വളരെ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു പനി വന്നാൽ, ഒരു ജലദോഷം വന്നാൽ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇന്ന് പനി വരുന്ന പോലെയാണ് നാട്ടിൽ ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ക്യാൻസർ എന്ന് പറയുമ്പോ നമ്മളൊരു ഞെട്ടൽ രേഖപ്പെടുത്താണ്. ഇപ്പോഴോ ഇപ്പൊ ക്യാൻസർ വന്നാൽ എന്താണ് അവസ്ഥ? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, സെലിബ്രിറ്റീസിനും അതുപോലെ വലിയ വലിയ പണമുള്ളവർക്കൊക്കെ ക്യാൻസർ വന്നാൽ മാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവര് കുറച്ചും കൂടെ ബെറ്റർ ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ സാധാരണക്കാർക്ക് ക്യാൻസർ വരുമ്പോ അതൊരു തീരാ ദുരിതത്തിലേക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കുമാണ് ആ കുടുംബത്തിൽ തള്ളിയിടുന്നത്. യെസ് ഓർ നോ? ഇതാണ് നാട്ടിൽ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നാട്ടിലെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്ന് ഈ ഒരു ഹാളിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ ഇന്ന് ഈ ഒരു അവസരത്തിനെ കാണേണ്ട ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവാണ് ഞാൻ പറഞ്ഞത്. ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ കാണണം. നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ബിസിനസ്സിലേക്ക് നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ബട്ട് ഐ എം ഇൻവൈറ്റിംഗ് യു. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾക്കും ഫാമിലിക്കും
നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആരോഗ്യമായിട്ടുള്ള ഒരു പരിപാലനം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളോട് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ആലോചിക്കേണ്ട കാര്യമാണ്, നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു വിഷന്റെ ഭാഗമായിട്ടാണ് മിസ്റ്റർ സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറയുന്ന ഒരു ന്യൂ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇൻഫിനിറ്റി പ്ലാൻ ഡിമാൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. നൗ വി ആർ പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസിംഗ് വെയിറ്റ് മാനേജ്മെന്റ് കോൺസെപ്റ്റ്. നമ്മളുടെ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് വെറും നമ്മളുടെ വെയിറ്റ് അല്ല കുറയുന്നത്, നമ്മളുടെ ആവശ്യമില്ലാത്ത ഫാറ്റ് ആണ് കുറയുന്നത്. ആവശ്യമില്ലാത്ത ഫാറ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പല അസുഖങ്ങളും നിങ്ങൾക്ക് കുറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. അതാണ് വെയിറ്റ് മാനേജ്മെന്റ് പവർ എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നിരവധി ആളുകൾ നമ്മളുടെ ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറയുന്ന വെയിറ്റ് മാനേജ്മെന്റ് ബ്രാൻഡിന്റെ ഗുണഭോക്താക്കളായിട്ട് മാറിക്കഴിഞ്ഞു. മൈ ഡിയർ ഫ്രണ്ട്സ്, വി ജസ്റ്റ് സ്റ്റാർട്ടഡ് എ റെവല്യൂഷൻ. നമ്മളൊരു റെവല്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ്. സോ നിങ്ങൾ എല്ലാവരും ആ മാറ്റത്തിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണ്. ആർ യു റെഡി? താങ്ക് യു വെരി മച്ച്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ബിസിനസ്സിൽ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം ആളുകളോട് പറയാൻ കഴിയുന്ന സമയത്ത്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയാൻ കഴിയുന്ന സമയത്ത്, നിങ്ങളുടെ ഫാമിലിയോട് പറയാൻ കഴിയുന്ന സമയത്ത്, നിങ്ങളുടെ ബന്ധുക്കളോട് പറയാൻ കഴിയുന്ന സമയത്ത്, സ്വാഭാവികമായിട്ടും അവിടെ നിങ്ങളുടെ പേഴ്സണൽ പ്രൊഡക്ടിവിറ്റിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം ആളുകൾക്ക് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ, അവിടെയാണ് ശരിക്കും നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നത്. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എത്ര പേർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്, എത്ര പേരുടെ ആരോഗ്യമാണ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്, അവിടെയാണ് നിങ്ങൾ ശരിക്കും ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ പേഴ്സണൽ പ്രൊഡക്ടിവിറ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൊഡക്ടിവിറ്റി മിഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ടിവിറ്റി മിഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ പൊട്ടൻഷ്യൽ എത്രമാത്രം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വളരെ ശക്തമായ രീതിയിലുള്ള പല ഡിസ്കഷൻസ് എല്ലാം നടത്തിയതിനു ശേഷം നമ്മളൊരു പുതിയ മിഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ മിഷനാണ് മിഷൻ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു മിഷന്റെ ഭാഗമായിട്ട് പേഴ്സണൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുള്ള കുറച്ച് വ്യക്തികളെ ഞാൻ ഈ സ്റ്റേജിലേക്ക് വളരെ സന്തോഷത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യണം. ഇത് ടോപ്പ് 10 പ്രൊഡക്ടിവിറ്റി പെർഫോമേഴ്സ് ആണ്. ടോപ്പ് 10 പ്രൊഡക്ടിവിറ്റി പെർഫോമേഴ്സ്. സോ ഞാൻ ആദ്യം